Selamat datang ke Malaysia. Welcome to Malaysia. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. ഇനി പയ്യെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു പിടിയില്ല. നമുക്ക് ഫസ്റ്റ് പോയിട്ടൊരു സിം, ഇവിടുത്തെ ഒരു ലോക്കൽ സിം എടുക്കണം. എനിക്ക് തോന്നുന്നൊരു 20 or 18 റിങ്കറ്റൊക്കെ വരുള്ളൂ, അതായത് നാട്ടിലെ 500 റുപ്പീസ്. അപ്പോൾ അതെടുത്താൽ നമുക്ക് ഡേറ്റാസ് യൂസ് ചെയ്യാനാണെങ്കിലും ലോക്കൽ കോൾസിനൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അത് ചെയ്യണം. പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 1 hour എടുക്കും നമ്മുടെ കാറ് വരാൻ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫ്രഷപ്പ് ആവാം, സിം എടുക്കാം, പിന്നെ എന്തെങ്കിലും ഒരു ചായ കുടിച്ചാൽ അത്ര സന്തോഷം. ഓക്കെ, സുഖമാണ്. അപ്പോൾ നമ്മൾ സിം മേടിക്കാനായിട്ട് പോവാണ്. പോകുന്ന വഴി ഈ ഒരു കോഫി ഷോപ്പ് നമ്മളൊന്ന് നോക്കി. പക്ഷേ അതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പല്ല. സോ അവനെ അങ്ങനെ തന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് അങ്ങ് നടന്നു. ഈ ഹോട്ട് ലിങ്ക് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ സിം മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 18 റിങ്കറ്റേ ആയിട്ടുള്ളൂ. അത് സിം മേടിച്ച് ആക്റ്റീവായി നമ്മുടെ ഡ്രൈവർ ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് തപ്പുകയാണ്. വെൽക്കം ടു മലേഷ്യ. എന്ത് തോന്നുന്നു മലേഷ്യ ആണെന്ന് അറിഞ്ഞപ്പോൾ? മലേഷ്യ ആണെന്ന് അറിഞ്ഞ് വളരെ വളരെ സന്തോഷം തോന്നി. മലേഷ്യ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ആദ്യമായിട്ടാ പറഞ്ഞു കേട്ടുള്ളൂ. വളരെ സന്തോഷം. നമുക്ക് 4 ദിവസം ഈ മലേഷ്യ മൊത്തം, കോലാലംപൂർ, മലേഷ്യ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മൊത്തത്തിലൊന്ന് കാണാം. 4 ദിവസം കൊണ്ട് മൊത്തത്തിൽ കാണാൻ പറ്റുമോ? കോലാലംപൂർ സൈഡാണ് നമ്മളൊന്ന് മൊത്തത്തിൽ കാണുന്നത്. ഈ ഒരു 4 ദിവസം കൊണ്ട് കോലാലംപൂർ മൊത്തത്തിൽ നമ്മൾ കാണും. അത് കാണിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബെനഡിക്ഷൻസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടൂർ ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ അവർ നമുക്ക് എല്ലാം സംവിധാനം ഒപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് കാർ ട്രാൻസ്ഫേഴ്സ് ആയിക്കോട്ടെ, ഹോട്ടൽ അക്കോമഡേഷൻ ആയിക്കോട്ടെ, നല്ല ഹോട്ടൽ അക്കോമഡേഷൻ ആണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എന്തായാലും എക്സൈറ്റഡ് ആണോ? അയ്യോ ആണോ, 8 വട്ടം ആണോ. പിന്നെ പല പല ആക്ടിവിറ്റീസിന് ഇവര് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് സർപ്രൈസസ് ഉണ്ട്. എല്ലാം എനിക്ക് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ഇന്നാണ് നമ്മുടെ day 1. Okay, so are you excited to start? കുറച്ച് കോഫി ഷോപ്സിലെ പ്രൈസസ് എല്ലാം കമ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഫൈനലി ഇവിടുന്ന് കോഫി ആൻഡ് ഒരു ബട്ടർ ബൺ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഷോപ്പിൽ കയറി. ബട്ടർ, പിന്നെന്താ ഒരു ഷുഗർ സിറപ്പ് പോലെ ഒരു സാധനം, ആൻഡ് വീറ്റ് ബ്രെഡ് ഓർ വീറ്റ് ബൺ എന്തും പറയാം. നല്ല ക്രിസ്പിയാ. ഹലോ, ഹായ്, വെൽക്കം ടു മലേഷ്യ. താങ്ക് യു. എന്ത് തോന്നുന്നു? മലേഷ്യ എയർപോർട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ. മലേഷ്യയുടെ വെളിയിലോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ല. എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് അങ്ങനെ നമ്മുടെ കൈൻഡ് ഓഫ് ഇംഗ്ലീഷൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുത്ത് മനസ്സിലാക്കി വരാനൊക്കെ ടൈം എടുക്കും. പക്ഷേ നല്ല രസമുണ്ട് മൊത്തത്തിൽ. നല്ല എക്സ്പീരിയൻസാണ്. എക്സ്പ്ലോറിങ് 4 days. അതെ, തീർച്ചയായും അതേ ഉള്ളൂ നമുക്ക്. അതെ, ഇപ്പോഴേ നമ്മൾ തുടങ്ങി. ഇപ്പോൾ ഒരു അടിപൊളി ഐറ്റം നമ്മൾ കഴിച്ചു. ഒരു അടിപൊളി ബൺ, നല്ലൊരു കോഫി, നല്ലൊരു ബണ്ണ്, സ്റ്റഫ്ഡ് ബണ്ണ്. നല്ല സ്റ്റാർട്ടിങ്. More to go. Okay, sorry, what's your name? Nasir. Okay. So before going to hotel, we got a 4 hours KL tour. Okay. Go to 4 places. ഞാൻ കൈ ഓടിക്കാം.
നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് കിങ്സ് പാലസ് ആയിരുന്നു. ഇസ്താന നിഗാര, മലേഷ്യൻ കിങ്ങിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മലേഷ്യൻ നാഷണൽ പാലസ്. ഇതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ കുതിരപ്പുറത്ത് ഒരു ഭടൻ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. ആൻഡ് ഈ ഒരു പാലസ് ഒരു മലൈ ഇസ്ലാമിക് വെസ്റ്റേൺ ആർക്കിടെക്ചറിലാണ് ഫുള്ളി പണിഞ്ഞിരിക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു നാഷണൽ മോണുമെൻറ്റ് കാണാനാണ് പോയത്. നമുക്കറിയാം ഓരോ കൺട്രിക്കും അവരുടെ സോൾജേഴ്സ് എത്ര വാല്യുബിൾ ആണെന്ന്. സോ ദിസ് മോണുമെൻറ്റ് ഈസ് ഫോർ ദ ഗ്ലോറിയസ് ഡെഡ് ആൻഡ് മെയിൻലി 7 ബ്രോൺസ് സ്റ്റാച്യൂസ് ആണ് മെയിനായിട്ട് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. ആൻഡ് അതിൻ്റെ മെയിൻ്റനൻസോ ഓഫ് ഭയങ്കര ക്ലീൻ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ പോയി. അവിടെയാണ് മലേഷ്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1957 31 ഓഗസ്റ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ യൂണിയൻ ഫ്ലാഗ് താഴെയും മലേഷ്യൻ ഫ്ലാഗ് ഉയരുകയും ചെയ്ത ആ ഒരു ഏരിയ ആണ് ഇത്. അവിടെ ഇപ്പോൾ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ബഹളമാണിത്. കയറിപ്പോഴേ കണ്ടത് ഈ ഒരു ഡാൻസ് സെഷനായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചാടി അങ്ങോട്ട് കയറി അവരെ ജോയിൻ ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൊമെൻറ്റ്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ആൻഡ് ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ടും അതിൻ്റെ കോർഡിനേറ്റേഴ്സൊക്കെ എന്നോട് വന്ന് സംസാരിക്കുകയും ദേ വാസ് സോ വാമിങ് ആൻഡ് വെൽക്കമിങ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എക്സ്പോ എല്ലാം കറങ്ങിയടിച്ച് കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് തിയോൻ ഹോ ടെമ്പിളിലാണ്. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. നമ്മുടെ ചൈനീസ് സീ ഗോഡസസ് ആയ മാസുവിൻ്റെ ഒരു 6 ടയേർഡ് ടെമ്പിളാണ് ഇത്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നമ്മളിപ്പോൾ പോയ എല്ലാ സ്ഥലങ്ങളും തന്നെ ഭയങ്കര ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്സും ഒരു ഹാപ്പിനെസ്സും ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയൊരു സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ കുട്ടികൾക്കൊക്കെ നമുക്കൊന്ന് ഫിസിക്കലി കളിക്കാൻ പറ്റുന്നൊരു സംഭവം. പിന്നെ ചെറിയൊരു പാർക്കുണ്ട്. ആൻഡ് ടോട്ടലി എനിക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഡിവൈൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ചൈനീസ് ടെമ്പിളിൽ വരുന്നത്. ആൻഡ് എനിക്ക് അവിടുത്തെ ഒരു വൈബും അവിടുത്തെ ഒരു ഡിവൈനിറ്റിയും ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് നമ്മൾ പല പല കൾച്ചേഴ്സ് കാണുമ്പം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ തോന്നുമല്ലോ. ഐ ടോട്ടലി ലവ്ഡ് ഇറ്റ്. ആൻഡ് അവിടെ കുറേ ചൈനീസ് കല്യാണങ്ങൾ നടപ്പുണ്ടായിരുന്നു ആ ഡേ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടൊരു ചൈനീസ് കല്യാണവും കൂടെ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. അത് കഴിഞ്ഞ് ഒരു ചെറിയ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ KL ടവറിലേക്കാണ് പോയത്. KL ടവറിൽ സ്കൈ ഡെസ്ക് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾക്ക് അതിൻ്റെ ടിക്കറ്റ് എല്ലാം ഗോഡ്വിൻ ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ കയറി നമ്മുടെ കോലാലംപൂരിൻ്റെ 360 ഡിഗ്രി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എന്ത് കാറ്റായിരുന്നു അവിടെ. അയ്യോ, സൂപ്പർ എക്സ്പീരിയൻസ്. എന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നിട്ട് ചെക്കിങ് ചെയ്തു. ഹലോ, വെൽക്കം ടു അപ്പർ വ്യൂ റെഗേലിയ ഹോട്ടൽസ്. പ്ലീസ് വെൽക്കം. ഇതാണ് 3 ദിവസത്തേക്ക് നമ്മുടെ അക്കോമഡേഷൻ. കയറി വരുമ്പോഴേ ഒരു പാസേജ്. ഇവിടെ ഒരു വലിയ ഷെൽഫുണ്ട്, നമ്മുടെ ഡ്രസ്സ്, ബാഗ്സ് അങ്ങനെ എല്ലാം വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ്, നമുക്ക് ചായ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലൊരു ഭയങ്കരமான ഒരു പെരിയ മിറർ ആൻഡ് വാഷ് ഏരിയ ഉണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലൊരു പാർട്ടീഷനായിട്ട് ബാത്ത് ഏരിയ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ബാത്റൂം. പിന്നെ കയറി വരുമ്പോൾ ഒരു വലിയ ബെഡുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം. ഈ സൈഡിൽ നമുക്ക് വർക്ക് ടേബിൾ ഉണ്ട്, എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ലഗേജ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം കയറുന്ന റൂമാണ്. സി, എന്ത് ലൈറ്റാണ്. ആൻഡ് ഇവിടുന്ന് നോക്കിയാൽ അപ്പുറത്ത് ഫ്ലാറ്റിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് കാണാം. അങ്ങനെ ഒരു വ്യൂ. താഴെ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്വിമ്മിങ് പൂള് കാണാം, ചിലപ്പോൾ. സോ ഇതാണ് നമ്മുടെ 3 ദിവസത്തെ അക്കോമഡേഷൻ. ഇഷ്ടമായോ? നമുക്ക്
ഇത്രയും നല്ലൊരു അക്കോമഡേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളിതിപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഇതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഗോഡ്വിൻ ചേട്ടനോടാണ്. താങ്ക് യു സോ മച്ച്. ബെനഡിക്ഷൻസ് ഇൻ്റർനാഷണൽ ആണ് എനിക്ക് ഈ ഒരു പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നത്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. കോലാലംപൂർ മലേഷ്യ ആവണം എന്നില്ല, ഏതൊരു സ്ഥലത്തേക്കുള്ള ട്രിപ്പാണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ അടിപൊളിയായിട്ട് ഐറ്റിനറി സെറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നതായിരിക്കും. സോ ബൈ. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഫ്രഷായി നമ്മൾ കുറച്ച് നൈറ്റ് ലൈഫ്, സിറ്റി ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഹേ സലോമ സലോമ സലോമ, ആ സലോമ ലിങ്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? ആർ യു എൻജോയിങ്? എൻജോയ്. പപ്പ? Yes. We are enjoying. ഓ വാവ്. അങ്ങനെ സലോമ ബ്രിഡ്ജെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള KLCC ട്വിൻ ടവേഴ്സ് അല്ലെങ്കിൽ പെട്രോണാസ് ട്വിൻ ടവർ എന്നും പറയുന്ന ഈ ഒരു ഐക്കോണിക് ബിൽഡിംഗ് കാണാനായിട്ട് വന്നു. ഓൾമോസ്റ്റ് 452 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഹൈറ്റ്. ആൻഡ് രാത്രിയിൽ കാണാൻ ഒരു രക്ഷയില്ല, സോ ബ്യൂട്ടിഫുൾ. ഫൈനലി നമ്മുടെ മെയിൻ വിനോദമായ ഫുഡ് അടിക്കലിന് വേണ്ടി ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നു. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കടകൾക്കാണെങ്കിലും ഫുഡുകൾക്കാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പൻ്റെയും അമ്മൂമ്മയുടെയും 56th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഒരു ചെറിയ കേക്ക് പറ്റുന്ന പോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് നമ്മൾ മേടിച്ചു. അപ്പോൾ അവർക്ക് അറിയത്തില്ല നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ സമയം 12 മണിയായി. സോ നമുക്ക് പയ്യൻ പോയിട്ട് സർപ്രൈസ് ചെയ്യാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആസേ ഇരുട്ടാണോ ഇവിടെ? ലൈറ്റ് എവിടാ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സ്വർണ്ണമാണെങ്കിൽ കയ്യിലോട്ട് ഇങ്ങനെ തരിക. കമാൻ കമാൻ. ഈ സന്ദർഭത്തിൽ പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തോ പറയാനുള്ളത്? പ്രാവശ്യം വിചാരിച്ചല്ല ഇവിടെ വന്ന് ഇങ്ങനെ നടത്താം. നാട്ടിലിപ്പം അങ്ങനെ നടക്കാമില്ല. ഇങ്ങനെ നീ നടന്നത്. നാട്ടിൽ നമ്മളെല്ലാരും കൂടെ കൂടി മക്കളും അനിയത്തിമാരും അനിയന്മാരും എല്ലാ തവണ ഇത് തന്നെയല്ലയോ? വൈകിട്ട് അടിപൊളി ഡാൻസും നാളെ വൈകിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യാം. ഇന്നും ഞങ്ങൾ ഡാൻസ് ചെയ്തില്ലേ? ഇത് നിങ്ങളുടെ രണ്ടരുടെ ആനിവേഴ്സറിക്ക് 4 ദിവസത്തെ പ്രോഗ്രാമായി നടക്കുന്നത്. അത് നിങ്ങൾ മറക്കുന്നു. ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കാണാം.